ഇപ്പോൾ ജെബി മേത്തർ കൂടി ചേരുന്നുണ്ട്. ജെബി മേത്തർ, ഏറെ ദാരുണമായ ഒരു കൊലപാതകമാണ് കൊൽക്കത്തയിൽ നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് ആരോഗ്യ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. പക്ഷേ ആരോഗ്യ മേഖലയായാലും പോലീസിന്റെ ഭാഗത്തുനിന്നായാലും മമതാ സർക്കാരിന്റെ ഭാഗത്തുനിന്നായാലും ഗുരുതര വീഴ്ച ഉണ്ടായി എന്ന ആരോപണം കുടുംബം തുടർച്ചയായി ഉന്നയിക്കുകയാണ്. ആ കുടുംബത്തോടൊപ്പമാണ് ഈ രാജ്യത്തെ മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത മുഴുവൻ ജനങ്ങളും. ഞാനിപ്പോൾ സംസാരിക്കുന്നത് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ക്യാമ്പിൽ നിന്നാണ്. സംസ്ഥാന ക്യാമ്പിൽ ഞങ്ങൾ പ്രമേയം അവതരിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രതിഷേധം കൂടി നടത്തി ആ കുടുംബത്തിനും ആ ഡോക്ടർക്കും നീതി ലഭിക്കണം എന്ന ആഹ്വാനം ാണ് ഈ ചാനലിൽ സംസാരിക്കുന്നത്. കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്രയും ദാരുണമായ ഒരു കൊലപാതകം നടന്നതിന് ശേഷം അവിടെ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടത്തുക എന്നെല്ലാം പറയുന്നത് എന്ത് മനുഷ്യത്വരഹിത കാര്യമാണ് എന്നുള്ളത് എത്ര ആലോചിച്ചാലും ആർക്കും മനസ്സിലാവാത്ത കാര്യമാണ്. ഇത് നമ്മുടെയൊക്കെ ഇപ്പൊ ഹത്രാസ് ആണെങ്കിലും ഉന്നാവോ ആണെങ്കിലും കത്തു ആണെങ്കിലും ഒക്കെ നമ്മളെ ഞെട്ടിപ്പിച്ച സംഭവങ്ങളാണ്. ഓരോന്നും നടക്കുമ്പോഴും നമ്മൾ പറയും ഇത് അവസാനത്തേതാകട്ടെ, ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന്. പക്ഷേ വീണ്ടും വീണ്ടും ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഏറ്റവും സേഫ് ആണ് എന്ന് നമ്മൾ കരുതുന്ന ഒരു മെഡിക്കൽ കോളേജിൽ ഒരു ഡ്യൂട്ടി റൂം, അങ്ങനെ ഒരു സാഹചര്യത്തിൽ CCTV ക്യാമറകളൊക്കെ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉള്ളിടത്താണ് ഇത് നടന്നതെന്നും ആ നടന്നിട്ട് പോലും ഇത്രയും ഇതിനെ ഒരു ലൈറ്റായി കാണുന്ന ഒരു രീതിയോട് ഒരു തരത്തിലും നമുക്ക് യോജിക്കാൻ കഴിയില്ല. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ആ കുടുംബത്തിന് നീതി ലഭ്യമാക്കുക, ജൂനിയർ ഡോക്ടർക്ക് വേണ്ടി അത്രയും ദാരുണമായ നേരിടേണ്ടി വന്ന അത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ജെബി മേത്തർ, മമതാ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ച ഉണ്ടായി എന്ന് തന്നെയല്ലേ താങ്കൾ കരുതുന്നത്? പ്രത്യേകിച്ച് ഇരയ്ക്കൊപ്പമല്ല സർക്കാർ നിന്നതെന്ന് കോടതി കൂടി ഉന്നയിച്ച ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഇത് ഏത് തരത്തിലാണ് എന്നുള്ളതിന് ആർക്ക് വീഴ്ച സംഭവിച്ചാലും ആ വീഴ്ച സംഭവിച്ചതിനെ വീഴ്ച എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിൽ യാതൊരു വിധത്തിലുള്ള ആ അതോറിറ്റീസ്, ഏത് തലത്തിലുമുള്ള അതോറിറ്റീസും ആ പ്രിൻസിപ്പളൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഞെട്ടലാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമീപനം തന്നെ എടുക്കുന്നത് ശരിയല്ല. ഗവൺമെന്റ് ഇതിൽ ശക്തമായ രീതിയിൽ, നമ്മൾ നിർഭയയുടെ കാര്യത്തിലൊക്കെ കണ്ടതാണ് ഒരു വികാരം. ഈ ഇന്ത്യയിലുള്ള ജനങ്ങൾക്കൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ എവിടെ നടക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ഇത് എവിടെ നടന്നാലും എവിടെയും നടക്കരുത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ. അതാത് ഗവൺമെന്റുകൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നാൽ, ശിക്ഷ നടപ്പാക്കേണ്ടി വന്നാൽ അതിനുവേണ്ട സ്റ്റെപ്സ് എടുക്കണം, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് സ്വീകരിക്കണം. അതെല്ലാം നമ്മൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം പ്രതികരിക്കുന്നവരായി നമ്മൾ ആരും മാറരുത്. ശരി, അത്തരത്തിൽ തന്നെയാണ് ജെബി മേത്തർ. എന്തായാലും നീതി വേണമെന്നാവശ്യപ്പെട്ട കുടുംബം രംഗത്തുണ്ട്. പ്രതികരിച്ചതിന് നന്ദി.